ഇന്നലെ ട്രെയിനിലുണ്ടായ സംഭവം ടിക്കറ്റ് ചോദിച്ച് ടി ടിയെ ചവിട്ടി പുറത്തു തള്ളി അടുത്ത പാളത്തിൽ വീണ ടി ടി മറ്റൊരു ട്രെയിൻ കയറി കൊല്ലപ്പെട്ടു എന്ന വാർത്ത നടക്കുന്ന വാർത്തയാണ് ഇന്നലെ വന്നത്. തൃശ്ശൂരിൽ ആണ് യാത്രക്കാരൻ ടി ടിയോട് ചതി ചെയ്ത് കെ വിനോദാണ് കൊല്ലപ്പെട്ടത്. ടിക്കറ്റ് എടുക്കാത്തതിന് പിഴ എടുക്കാൻ ആവശ്യപ്പെട്ടതാണ് യാത്രക്കാരനെ പ്രകോപിപ്പിച്ചത്. കൂസലില്ലാതെയാണ് പ്രതി ചോദ്യം ചെയ്യൽ ഹാജരായതെന്നും മാത്രമല്ല മദ്യപിച്ച ഉന്മത്തനായിരുന്നു പ്രതി. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരും. അതുപോലെ ഈ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് നമുക്ക് ലഭിച്ചു, അതിൻ്റെ കാര്യം കൂടി സൂരജ് സജി പറയും. അതേപോലെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾക്ക് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നു. ആദ്യം സൂരജ് സജിയിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. സൂരജ്, യഥാർത്ഥത്തിൽ ഇതുവരെ കേട്ടുകഴിവില്ലാത്ത ഒരു സംഭവമാണ് ട്രെയിനിൽ ഉണ്ടായത്. ടി ടിയെ തന്നെ തള്ളി പുറത്തേക്കിടുക, ട്രെയിൻ കയറി ടി ടി മരിക്കുക. അപ്പം എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ രാത്രിയിൽ കൃത്യമായി എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്? എസ്കെൻ, വലിയ ഹൃദയവേദന തോന്നുന്ന വാർത്തയാണ്. ഇന്നലെ എല്ലാവരും ഇതിന്റെ നടുക്കത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന പ്രദേശത്താണ്. ഇവിടെയാണ് ഇന്നലെ ഈ ട്രെയിനിൽ നിന്ന് ടി ടിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പ്രതി പോയത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു, പ്രതി ചോദ്യം ചെയ്തു. അതനുസരിച്ചുള്ള ഒരു FIR, ഒരു പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ ഈ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം, അതായത് 6:45 കൂടിയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിൻ പുറപ്പെടുന്നത്. പ്രതി കയറിയത് എറണാകുളത്ത് നിന്നായിരുന്നു. എറണാകുളത്ത് നിന്ന് ഈ പ്രതി ട്രെയിനിൽ കയറുന്നു. ട്രെയിനിൽ കയറിയതിന് ശേഷം ഈ ഇരുവരും തമ്മിൽ, അതായത് ഈ ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഇടയിലെ തൃശ്ശൂരിൽ നിന്ന് മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപാണ് ഈ ടിക്കറ്റിനെ സംബന്ധിച്ച് അവിടെ ഒരു തർക്കം രൂപപ്പെടുന്നത്. ടിക്കറ്റ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. ടിക്കറ്റ് എടുത്തിരുന്നില്ല ഈ പ്രതി. അതുകൊണ്ട് തന്നെ പിഴ അടപ്പിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പിഴ ഈടാക്കുന്നു. ഈ പിഴ ഈടാക്കിയതിലെ പ്രകോപനമാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പിഴ ഈടാക്കിയതിന് ശേഷം ടി ടി ഈ ഡോറിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു, ഡോറിന് അഭിമുഖമായി നിൽക്കുകയായിരുന്നു. ആ അഭിമുഖമായി നിന്ന ടി ടിയെ പുറകിൽ നിന്ന് ഇരു കൈകളും ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ട്രെയിനിൽ നിന്ന് തള്ളി ഇട്ടു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് ലൈനാണ്. അതായത് 2 റെയിൽവേ പാളങ്ങൾ വന്നു ചേരുന്ന ഒരു ഭാഗമാണ്. ഈ ലൂപ്പ് ലൈൻ ആയതുകൊണ്ട് തന്നെ അടുത്ത പാളത്തിലേക്കാണ് ഈ വിനോദ് വീഴുന്ന സമയത്ത് മറ്റൊരു ട്രെയിനും ഈ ശരീരത്തിലൂടെ കയറി ഇറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ചിന്നിച്ചിതറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഇതാ ഈ ഭാഗത്താണ്, അതായത് ഈ ലൂപ്പ് ലൈനാണ്, ഈ ഭാഗത്താണ് വീണ് അടുത്ത പാളത്തിലേക്ക് വീഴുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വരുന്ന ട്രെയിൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ, വിനോദിന്റെ ശരീരത്തിലൂടെ കയറി പോവുകയായിരുന്നു. ഇതിന് 50 മീറ്റർ അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ട്രാക്കിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 2ാമത്തെ ട്രാക്കിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ബാഗ്, പേഴ്സ്, ഫോൺ അടക്കമുള്ളവ ഉണ്ടായിരുന്നു. ഒരു 100 മീറ്ററോളം ദൂരത്തിൽ ഇവയെല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുകയായിരുന്നു. ട്രെയിനിൽ നിന്ന് വീണതിന് ശേഷം ഉരുണ്ട് ഏറെ ദൂരം പോകുന്ന നിലയിലേക്ക് പോയി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്നാണ് ഈ ഇങ്ങോട്ടേക്ക് വീഴുന്ന സമയത്ത് അവിടെ നിന്ന് വന്ന ട്രെയിനും ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ, വിനോദിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നു. അങ്ങനെയാണ് ഈ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 50 മീറ്റർ അപ്പുറത്തേക്ക് തെറിച്ചു പോകുന്ന നിലയിലേക്ക് പോയത്. എന്തായാലും പോലീസ് പറയുന്ന ഇപ്രകാരം തന്നെയാണ്. ടിക്കറ്റ് എടുത്തിരുന്നില്ല ഈ രജനീകാന്ത് എന്ന് പറയുന്ന പ്രതി. പക്ഷേ ടിക്കറ്റ് എടുക്കാഞ്ഞത് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്ത് പിഴ അടപ്പിച്ചതിലെ പ്രകോപനമാണ് ബോധപൂർവം ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ FIR വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ FIR പുറത്തുവിട്ടിരിക്കുന്നത് അതിലാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. 11 മണിക്ക് ശേഷം ഈ മൃതദേഹം വിട്ടു നൽകാനുള്ള ഒരു നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ മഞ്ഞുമലിലെ വീട്ടിലേക്ക് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പ്രാഥമികമായി കുറച്ച് വിവരശേഖരണങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ പ്രതി നിലവിൽ തൃശ്ശൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഉച്ചയോടുകൂടി പ്രതിയെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സുരേഷ്.